ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ? എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം. നിങ്ങൾ UGC നെറ്റ് അറബിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ പേരെന്തായാലും കേട്ടിട്ടുണ്ടാവും അല്ലേ? റിഫാഅ റാഫിയ അത്വഖ്ത്വാവി. സത്യം പറഞ്ഞാൽ അറബി സാഹിത്യത്തിന്റെ ആധുനിക ചരിത്രത്തിൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തി നമുക്ക് സംസാരിക്കാനേ കഴിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ കഥയാണ്. പക്ഷേ ഇത് വെറുമൊരു കഥയല്ല, ഒരു രാജ്യത്തിന്റെ, ഒരു സംസ്കാരത്തിന്റെ ആകെ തലവര മാറ്റിവരച്ച ഒരു ജീവിതത്തിന്റെ കഥയാണ്. ആധുനിക അറബ് ലോകം എങ്ങനെ ഇന്നത്തെ രൂപത്തിലെത്തി എന്നതിന്റെ ഒരു പ്രധാന അധ്യായം. അന്നഹദ്, അതായത് ആധുനിക അറബ് നവോത്ഥാനം, അതിന്റെ അടിസ്ഥാനശില അല്ലെങ്കിൽ ആണിക്കല്ല് എന്നാണ് ത്വഖ്ത്വാവിയെപ്പറ്റി പറയുന്നത്. എന്തിനായിരിക്കും അദ്ദേഹത്തിന് അത്ര വലിയൊരു വിശേഷണം കൊടുത്തത്? കാരണം അദ്ദേഹം വെറുമൊരു പണ്ഡിതനോ എഴുത്തുകാരനോ മാത്രമായിരുന്നില്ല. അതിലൊക്കെ ഉപരി ഒരു ജനതയെ തന്നെ പുതിയൊരു ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു ദീർഘദർശിയായിരുന്നു. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. അദ്ദേഹത്തിന്റെ ജീവിതം മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പാരീസിലേക്ക് പോകുന്നതിന് മുൻപുള്ള കാലം, പിന്നെ അതിനുശേഷമുള്ള കാലം. ഒന്നാലോചിച്ച് നോക്കൂ. ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള അൽ അസ്ഹറിൽ നിന്ന് ഫ്രഞ്ച് വിപ്ലവമൊക്കെ കഴിഞ്ഞ് ആശയങ്ങൾ തിളച്ചുമറിയുന്ന പാരീസിലേക്കുള്ളൊരു യാത്ര. അതൊരിക്കലും ഒരു സാധാരണ യാത്രയായിരുന്നില്ല. രണ്ട് ലോകങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയായിരുന്നു അവിടെ. ഇവിടെ നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തിന്റെ പശ്ചാത്തലം. 1801 ജനിച്ച ത്വഖ്ത്വാവി പ്രവാചകന്റെ പൗത്രനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പരമ്പരയിലാണ് വരുന്നത്. അപ്പോൾ തുടക്കമൊട്ടും മോശമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ യഥാർത്ഥ വഴിത്തിരിവ് കെയ്റോവിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ ഗുരുവര്യനായ ഷെയ്ഖ് ഹസൻ അൽ അത്താറിനെ പരിചയപ്പെടുന്നത്. പുതിയ അറിവുകളെ എപ്പോഴും സ്വാഗതം ചെയ്തിരുന്ന ആളായിരുന്നു അൽ അത്താർ. ത്വഖ്ത്വാവിയുടെ ഉള്ളിലെ അറിവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന് തീ കൊടുത്തത് ഒരുപക്ഷെ ആ ഗുരുവായിരിക്കാം. 1824 ഈജിപ്ഷ്യൻ ആർമിയിൽ ഒരു സാധാരണ ഇമാമായിട്ടാണ് ത്വഖ്ത്വാവി തന്റെ കരിയർ തുടങ്ങുന്നത്. പക്ഷേ ചരിത്രം അദ്ദേഹത്തിനു വേണ്ടി വേറൊന്ന് കാത്തുവച്ചിരുന്നു. 1826 അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് അലി പാഷ യൂറോപ്പിലേക്ക് ഒരു സ്റ്റുഡന്റ് ഗ്രൂപ്പിനെ അയക്കാൻ തീരുമാനിച്ചു. ആ സംഘത്തിന്റെ കൂടെ ഒരു ആത്മീയ ഉപദേഷ്ടാവായി ത്വഖ്ത്വാവിയെയും അയച്ചു. 5 വർഷം ഫ്രാൻസിൽ. 1831 അദ്ദേഹം ഈജിപ്തിലേക്ക് തിരികെ വന്നപ്പോൾ അത് പഴയ ആളായിരുന്നില്ല. തികച്ചും പുതിയ ആശയങ്ങളുള്ള ഒരു പുതിയ മനുഷ്യനായിരുന്നു. ഫ്രാൻസിൽ പോയിട്ട് അദ്ദേഹം ചുമ്മാതിരുന്നില്ല. യൂറോപ്പ് എങ്ങനെയാണ് ഇത്രയധികം പുരോഗമിച്ചത് എന്ന രഹസ്യം കണ്ടെത്താനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. അതിനുവേണ്ടി ആദ്യം ചെയ്തത് ഫ്രഞ്ച് ഭാഷ നന്നായി പഠിക്കുക എന്നതായിരുന്നു. ഈ സ്ലൈഡിലെ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ഫ്രഞ്ച് ഭരണഘടന അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു രാജ്യം എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത്, ഒരു പൗരന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള പാശ്ചാത്യ ആശയങ്ങൾ അറബ് ലോകം ആദ്യമായി വിശദമായി കേൾക്കുന്നത് ഒരുപക്ഷേ ഈ വിവർത്തനത്തിലൂടെയായിരിക്കും. ഫ്രാൻസിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതിവെച്ച് അവസാനിപ്പിക്കാൻ ത്വഖ്ത്വാവിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. അദ്ദേഹം തിരികെ വന്നത് ഈജിപ്തിലൊരു വിജ്ഞാന വിപ്ലവം തുടങ്ങാനായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടം തുടങ്ങുന്നത്, ആധുനിക ഈജിപ്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശില്പി എന്ന നിലയിൽ. 1835 ഈ വർഷം ഓർത്തുവെച്ചോളൂ. ഈജിപ്തിന്റെ ചരിത്രത്തിലെ ഒരു സുവർണ വർഷമാണിത്. എന്താണ് ആ വർഷം സംഭവിച്ചതെന്നല്ലേ? അതെ, മദ്രസത്തുൽ അൽസുൻ അഥവാ സ്കൂൾ ഓഫ് ലാംഗ്വേജസ്. ത്വഖ്ത്വാവി സ്ഥാപിച്ച ഈ സ്ഥാപനം വെറുമൊരു ട്യൂഷൻ സെന്റർ പോലെയായിരുന്നില്ല. അത് പാശ്ചാത്യ ലോകത്തെ സയൻസും ടെക്നോളജിയും ഫിലോസഫിയുമെല്ലാം അറബ് ലോകത്തേക്ക് കൊണ്ടുവരാൻ പണിത ഒരു വലിയ പാലം തന്നെയായിരുന്നു. വിവർത്തനത്തിലൂടെ ഒരു രാജ്യത്തെ എങ്ങനെ അടിമുടി മാറ്റാമെന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി അൽസുൻ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അവിടെയും തീർന്നില്ല. നോക്കൂ, 1841 ഖലമുത്ത് തർജമ എന്ന പേരിൽ ഒരു ഔദ്യോഗിക ട്രാൻസ്ലേഷൻ ബ്യൂറോ തുടങ്ങി. 1850 ആയപ്പോഴേക്കും ഈജിപ്തിലെ ആദ്യത്തെ ന്യൂസ് പേപ്പറായ അൽ വക്കായിൽ മിസ്രിയയുടെ തലപ്പത്തെത്തി. പിന്നെ 1870 റൗദത്തുൽ മദാരിസ് എന്ന പേരിൽ ഒരു എഡ്യൂക്കേഷണൽ മാഗസിനും തുടങ്ങി. അപ്പോൾ ട്രാൻസ്ലേഷൻ, ജേർണലിസം, എഡ്യൂക്കേഷൻ, ഒരു ആധുനിക രാജ്യത്തിനു വേണ്ട ഈ 3 തൂണുകളും പണിതത് അദ്ദേഹമായിരുന്നു. ഒരു വശത്ത് പുതിയ സ്ഥാപനങ്ങളുണ്ടാക്കുന്നു, മറുവശത്ത് തന്നെ ചിന്തകൾ അടുത്ത തലമുറയ്ക്കു വേണ്ടി പുസ്തകങ്ങളായി എഴുതിവെക്കുന്നു.
അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ആ കാലഘട്ടത്തിൽ വലിയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ പുസ്തകങ്ങളുടെ പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. ഈ ലിസ്റ്റിൽ കാണുന്ന ആദ്യത്തെ പുസ്തകമുണ്ടല്ലോ, തഖ്ലീസുൽ ഇബ്രീസ് ഫി തൽഖീസി ബാരീസ്, അതാണ് കൂട്ടത്തിലെ ഏറ്റവും പ്രശസ്തം. പാരീസിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ യാത്രാവിവരണം, യൂറോപ്പ് എങ്ങനെയുള്ള സ്ഥലമാണെന്ന് അറബികൾക്ക് ആദ്യമായി കാണിച്ചു കൊടുത്തൊരു കണ്ണാടിയായിരുന്നു ആ പുസ്തകം. പിന്നെ അൽ മുർഷിദുൽ അമീൻ ഫി തഹ്ദീബിൽ ബനാത്തി വൽ ബനീൻ എന്ന പുസ്തകം. അതിലൂടെ അദ്ദേഹം പറഞ്ഞു, ആൺകുട്ടികളെപ്പോലെ തന്നെ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. ആലോചിച്ചു നോക്കൂ, ആ കാലത്ത് അതൊരു വിപ്ലവകരമായ ആശയം തന്നെയായിരുന്നു. അറബ് ചിന്താലോകത്ത് ഒരു കൊടുങ്കാറ്റുപോലെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആ വലിയ മനുഷ്യൻ 1873 ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അദ്ദേഹം കൊളുത്തിവെച്ച ആ നവോത്ഥാനത്തിന്റെ വെളിച്ചം അണഞ്ഞുപോയില്ല. അത് തലമുറകളിലൂടെ കൈമാറി ഇന്നും പ്രകാശിക്കുന്നു. തൊഹ്താവി വരുത്തിയ മാറ്റം എത്ര വലുതാണെന്ന് ഈയൊരു താരതമ്യം കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. നോക്കൂ, ഒരു വശത്ത് പരമ്പരാഗത ചിന്താരീതി, അതായത് മതപരമായ അറിവുകൾക്ക് മാത്രം പ്രാധാന്യം. മറുവശത്ത് തൊഹ്താവിയുടെ ചിന്ത, യൂറോപ്പിലെ പുതിയ ശാസ്ത്രങ്ങളെയും അറിവുകളെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ വലിയ റോളൊന്നുമില്ലാതിരുന്നൊരു കാലത്ത് അദ്ദേഹം പറഞ്ഞു, അതല്ല, പെൺകുട്ടികളും ആൺകുട്ടികളെപ്പോലെ പഠിക്കണമെന്ന്. പിന്നെ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കഴിഞ്ഞിരുന്നൊരു ജനതയെ വിവർത്തനമെന്നൊരു പാലം പണിത് കിഴക്കേനെയും പടിഞ്ഞാറിനെയും തമ്മിൽ കൂട്ടിയിണക്കി. ഇതൊരു ചെറിയ മാറ്റമല്ല, ഒരു വിപ്ലവം തന്നെയായിരുന്നു. ശരി, അപ്പോൾ നമ്മൾ ഈ വിവരണം അവസാനിപ്പിക്കുന്നത് ഈയൊരു ചോദ്യത്തോടെയാണ്. ആധുനികവൽക്കരണം, വിദ്യാഭ്യാസം, പിന്നെ പാരമ്പര്യവും പുതിയ ചിന്തകളും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള തൊഹ്താവിയുടെ ആശയങ്ങൾക്ക് ഇന്നത്തെ അറബ് ലോകത്ത് എന്ത് പ്രസക്തിയാണുള്ളത്? വെറുമൊരു ചരിത്രപുരുഷനായി മാത്രം അദ്ദേഹത്തെ കണ്ടാൽ മതിയോ? അതോ ഇന്നും തുടരുന്ന പല ചർച്ചകളും തുടങ്ങിവെച്ചത് അദ്ദേഹമാണെന്ന് പറയാൻ പറ്റുമോ? ഈ ചോദ്യത്തെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ ചിന്തിക്കുന്നത് തൊഹ്താവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ പഠനത്തിന് തീർച്ചയായും ഒരു പുതിയ മാനം നൽകും. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.